മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി മരിച്ചതിൻ്റെ പാർട്ടി ആഘോഷിക്കാനായിട്ട് കമലേശ്വരം വീട്ടിലേക്ക് മേഘനയും മഞ്ജുവിനെയും വാമനെയും സീമന്തിനിയമ്മയൊക്കെ വിളിക്കുന്നെങ്കിലും അവർ പോകുന്നില്ല. കാരണം മേഘൻ എല്ലാവരെയും വിലക്കുന്നു. ഇന്ന് അവിടെ പാർട്ടിക്ക് പോകുന്ന ഓരോ ആൾക്കാരെയും മഹാലക്ഷ്മി തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നേരിൽ കണ്ടതായതുകൊണ്ട് പറയുക, ഇന്നത്തെ പാർട്ടിക്ക് പോകാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ചിലപ്പം കേക്ക് മുറിക്കുന്ന സമയത്ത് ആ കത്തി ഉപയോഗിച്ച് നമ്മളെ എല്ലാവരെയും അവൾ ആക്രമിച്ചെന്നിരിക്കാം. അതുകൊണ്ട് മഞ്ജു നീയും പോണ്ട, നിങ്ങൾ ആരും ഇവിടുന്ന് പോകണ്ടെന്ന് പറയുമ്പം സീമന്തിനി അമ്മായി പറയുന്നു, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ പോണ്ടടാ, പാർട്ടിക്ക് പോയില്ലെങ്കിൽ അത്രയ്ക്കിത്രയേ ഉള്ളൂ, ഇനി ജീവനും കാണാൻ പോയാലോ എന്ന് വിചാരിച്ച് അവരും പോകുന്നില്ല. ഒടുവിൽ പാർട്ടിയൊക്കെ ഭയങ്കര കെങ്കേമമായിട്ട് ആഘോഷിക്കുന്നു. അതായത് മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്ന പേരിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്നു. അതിനുശേഷം പാർട്ടി കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഓരോരുത്തരെ തേടി മഹാലക്ഷ്മി എത്തിയെന്നുള്ള കാര്യം അധികം താമസിക്കാതെ മേഘനും വീട്ടുകാരും അറിയുന്നു. അതായത് ദുർഗാമ്മ നേരിൽ കണ്ടു മഹാലക്ഷ്മിയുടെ രൂപം. പേടിച്ചോടിയ ദുർഗാമ്മയ്ക്ക് ബോധം കെട്ടുപോയെന്നും കരുണയും ദുർഗാമ്മയും ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ വാമദേവനെ വിളിച്ച് ഉണ്ണി പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞത് സത്യമായില്ലേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ പാർട്ടിക്ക് പോയാൽ ഉറപ്പായിട്ടും മഹാലക്ഷ്മി നമ്മളെ വെറുതെ വിടത്തില്ല, പോവാതിരുന്നതുകൊണ്ട് നമ്മളെന്തായാലും രക്ഷപ്പെട്ടെന്ന് പറയാം. അന്നേരം സ്വാതി പറയുന്നുണ്ട്, നമ്മളെന്തായാലും ഇനി പകൽ പോലും അധികം പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അന്നേരം സീമന്തിനി അമ്മായി ചോദിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത വരേണ്ടത് ആ രണ്ടാനച്ഛനോടും മുത്തശ്ശിയോടോ അല്ലേ? അവരെ എന്താ ശല്യം ചെയ്യാൻ പോകാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമ്മ എല്ലാവരുടെയും മുമ്പിൽ ഒരുമിച്ച് വരാൻ പറ്റുമോ? ഓരോരുത്തർക്കിട്ട് പണി കൊടുക്കാനായിരിക്കും അവളുടെ പ്ലാൻ എന്ന് പറയുന്നു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയെ ദ്രോഹിച്ച എല്ലാവർക്കും തിരിച്ചടി കൊടുക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നീ ചുമ്മാ പേടിപ്പിക്കാതെ മഞ്ജു എന്ന് സീമന്തിനിയുമായും പറയുന്നു. പ്രതാപൻ ഏതോ മന്ത്രവാദിയും കണ്ടിരുന്നു, എന്തോ പൂജയും മന്ത്രമൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്, കുടുംബസമേതം ചെല്ലണമെന്നൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. എന്തായാലും അവളെ കൊല്ലാൻ കൂട്ടുന്ന എല്ലാവരും ആ കർമ്മത്തിൽ പങ്കെടുക്കുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പം മേഘം പറയുന്നു, എങ്കിൽ നമുക്ക് പോകണം വെച്ചാൽ തീർച്ചയായിട്ടും പോകണം. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ പ്രതാപനും മുത്തശ്ശിക്കൊപ്പം ചേർന്ന് മുത്തശ്ശി പറഞ്ഞ മന്ത്രവാദിയെ തന്നെ കണ്ട് പൂജയൊക്കെ നടത്തുന്നു. അന്നേരം മന്ത്രവാദി പ്രാർത്ഥന എഴുതാൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ആൾ നിസ്സാരക്കാരിയല്ല, അവൾ നിങ്ങളെയും കൊണ്ടേ പോവൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ചരടും പ്രസാദമൊക്കെ കൊടുക്കുന്നു. അതൊക്കെ കേട്ടിട്ട് ആകെ അങ്ങ് പേടിയാവുന്നു മുത്തശ്ശിക്കും പ്രതാപനും ഒക്കെ. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച്, എന്തായാലും ഒരു കർമ്മമൊക്കെ ഉണ്ട്, അത് ഞാൻ തന്നെ വന്ന് നടത്തി തന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ. എന്നാൽ സാഗറിനോട് മഞ്ജു വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. അതായത് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഭയന്ന് മന്ത്രവാദിയെ തിരക്കി പോയേക്കുവാണ് പ്രതാപനും കൂട്ടരും. അത് മാർക്കോയോട് പറയുന്നുണ്ട് സാഗർ. മാർക്കോ വഴി മഹാലക്ഷ്മിയും അനന്തുവും കണ്ണനും എല്ലാവരും അറിയുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നു. കുറച്ച് പൈസ അങ്ങനെയും കൂടി ചിലവാക്കട്ടെ, മാത്രമല്ല നമ്മുടെയൊക്കെ സ്വസ്ഥത കുറേ നാളും കൊണ്ട് അവർ കെടുത്തിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ, അവരും കുറച്ച് നെട്ടോട്ടം ഓടട്ടെ എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് പൂജയൊക്കെ കഴിഞ്ഞ് പ്രതാപനും മുത്തശ്ശിയും കൂടെ കണ്ണനെ കണ്ട് സങ്കടം ബോധിപ്പിക്കാനായിട്ട് വരുന്നു. പുറത്ത് ബെല്ലൊച്ച കേൾക്കുമ്പോഴത്തേക്കും മഹാലക്ഷ്മി പോയി മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി ആരാ വന്നതെന്ന് അറിയത്തില്ലല്ലോ, അത് വെച്ച് മറഞ്ഞു നിൽക്കുന്നെങ്കിലും അനന്ത് പോയി ഡോർ തുറക്കുന്നു. അപ്പോൾ മറ്റാരുമല്ല, നമ്മുടെ പ്രതാപനും മുത്തശ്ശിയാണ്. അകത്തേക്ക് കയറി വരുന്നു. അവരെ കണ്ടതും കലി അടക്കാനാകാതെ ഇരിക്കുന്നുണ്ട് കണ്ണൻ. എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നു രൗദ്രമായിട്ട്. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്, നിന്നെ കാണാൻ ഞങ്ങൾക്ക് പ്രത്യേക അനുവാദം കാണാൻ വേണോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് മഹാലക്ഷ്മി. അന്നേരം പ്രതാപം പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ കാണാനില്ലെന്ന് പറയുന്നത് കേട്ടു, നിന്നെ ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവൾ ആരോടൊപ്പം പോയോ എന്തോ. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട്, അനാവശ്യ വർത്താനമൊന്നും പറയരുത്, എൻ്റെ ഭാര്യയെക്കുറിച്ച് മറ്റാരേക്കായി എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊക്കെ തന്നെയായിരിക്കും ഉത്തരവാദി. നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആരും എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് നിങ്ങളെന്ന് കടിപ്പിച്ച് പറയുന്നു. അന്നേരം മുത്തശ്ശി അനന്തുവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിന്നെ ആരോ എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുക, ഞങ്ങളാരും അവളെ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിൽ കുട്ടിക്കാലം മുതൽ ഇത്രയും വർഷം പൊന്നുപോലെ നോക്കി നിന്നോടൊപ്പം കല്യാണം കഴിപ്പിച്ച് വിടേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടായിരുന്നോ? നല്ല നിലയിൽ തന്നെയല്ലേ ഞങ്ങൾ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അവളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടായിരുന്നെങ്കിൽ അന്നേ എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരു മാനുഷിക പരിഗണന പോലും കിട്ടാതെ നരകതുല്യമായ ജീവിതം ജീവിച്ച ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് കണ്ടതിൻ്റെ അസൂയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. മാത്രമല്ല നിങ്ങളുടെ മോൾക്ക് മാത്രം എല്ലാ സമ്പത്തും സുഖസൗകര്യങ്ങളും കിട്ടണമെന്നുള്ള അത്യാഗ്രഹവും.
അന്നേരം പ്രതാപൻ പറയുന്നു, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്നോട് തർക്കിക്കാൻ ഞങ്ങൾ ആളല്ല, എങ്കിലും നിന്റെ വിഷമത്തിൽ പങ്കുചേരാനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. മാത്രമല്ല ഇത്തവണത്തെ ചികിത്സയിൽ വല്ല മാറ്റവും ഉണ്ടോ? അതറിഞ്ഞിട്ടെന്തിനാ, എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനാണോ എന്ന് കണ്ണൻ ചോദിക്കുന്നു. എല്ലാം കേട്ടിട്ട് അത്ര പന്തിയല്ല കാര്യമെന്ന് മുത്തശ്ശിക്കും പ്രതാപനും ഉറപ്പാവുന്നു. അധിക നേരം ഇനി നിൽക്കേണ്ടെന്ന് അവർ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ ഉണ്ണിമോൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ് നീ. രണ്ടമ്മമാരാണെങ്കിലും ബന്ധമല്ലാതായി മാറത്തില്ലല്ലോ. ആ സ്നേഹം ഞങ്ങൾക്ക് നിന്നോടുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനത്തെ വർത്താനമൊന്നും പറഞ്ഞ് ഞങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പ്രതാപൻ ദയനീയമായിട്ട് നടിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ണൻ്റെ വായിരിക്കുന്ന ചൊവ്വിന് കേൾക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അതോടെ അവർക്ക് സമാധാനമാകുന്നു. രാത്രിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആത്മാവെന്ന് പറയുന്ന ശല്യം, കണ്ണനാണെങ്കിൽ കേസും നൂലാമാലയായിട്ട് മുന്നോട്ട് പോകുമെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഒരു ഗത്യന്തരം ഇല്ലാതെ മഹാലക്ഷ്മിയെ കൊല്ലേണ്ടിയിരുന്നില്ലെന്ന് വിചാരിക്കുന്ന ആ നിമിഷത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.